ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ഇന്നാണ്. അപ്പോൾ ആ ഒരു ആഘോഷവും സംസ്ഥാനത്ത് വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. അതെ, ഗുരുദേവന്റെ ദർശനങ്ങൾക്കൊക്കെ എപ്പോഴും പ്രാധാന്യമുള്ള, ഓരോ വർഷം കഴിയും തോറും കൂടുതൽ പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചല്ലേ ഒരുപാട് നമ്മൾ ഓർത്തു പോകുന്നു അദ്ദേഹത്തെ പല പല സാഹചര്യങ്ങളിൽ. എന്തായാലും ആ ആഘോഷത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ ശിവഗിരി മഠത്തിൽ നിന്ന് അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൺഫിലിറ്റിനോട് തന്നെ ചോദിക്കാൻ തോന്നുന്നു. അൺഫിലിറ്റ്, ഈ പറഞ്ഞതുപോലെ ശിവഗിരി മഠത്തിലെ ആഘോഷങ്ങൾ എത്രത്തോളം കളറാണ് അവിടെ കാര്യങ്ങൾ? ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയിലാണ് കേരളം ഒട്ടാകെ. അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജ, മായ. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ഒരേ ദിവസം വരുന്നു എന്നൊരു യാദൃച്ഛികത കൂടി ഇന്നത്തെ ദിവസത്തിലുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ 172ാമത് ജയന്തിയും മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തിയുമാണ് ഇന്ന് ഒരേ ദിവസം വരുന്നത്. ഈ ആഘോഷ നിറവിൽ തന്നെയാണ് സംസ്ഥാനം മുഴുവനും. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ശിവഗിരി മഠത്തിലാണ്. ശിവഗിരി മഠത്തിൽ അല്പസമയത്തിനകം തന്നെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തും. അതായത് ഈ ജയന്തി സമ്മേളനത്തിൻ്റെ പതാക അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഉയർത്തും. അതിനുവേണ്ടിയുള്ള ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഗവർണർ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ പരിപാടി റദ്ദാക്കുന്നതായിരുന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്പസമയത്തിനകം ഇവിടെ എത്തും. 9 മണിയോടുകൂടി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ജയന്തി ആഘോഷങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഘോഷയാത്രകൾ, അതോടൊപ്പം തന്നെ മറ്റു പരിപാടികളൊക്കെ തന്നെയും വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ശിവഗിരി മഠത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെയാണ്. എക്സൈസ് മന്ത്രി എം ലിജു 11 മണിയോടുകൂടി ഇവിടെ എത്തും. അദ്ദേഹം സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറും. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് ചെമ്പഴന്തി ഗുരുകുലത്തിൽ ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. അതോടൊപ്പം ചെമ്പഴന്തിയിൽ വൈകിട്ട് വിപുലമായ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികളും ജയന്തിയുമായി ബന്ധപ്പെട്ടുണ്ടാകും. മറ്റൊന്ന്, മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷവും സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലാണ് ആഘോഷ പരിപാടികളും ഘോഷയാത്രകളും ഒക്കെ തന്നെയും സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് പിന്നാക്കക്ഷേമ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് തന്നെയും അയ്യങ്കാളി സ്ക്വയറിൽ രാവിലെ തന്നെയും ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നു. അത് പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രിമാരായ കെ മുരളീധരനും സി പി ജോണും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കും. വിവിധ ഇടങ്ങളിൽ അതിൻ്റെ ഭാഗമായി അയ്യങ്കാളി ജയന്തി ഭാഗമായി ആഘോഷ പരിപാടികളുണ്ട്. ഒപ്പം തന്നെയും ഈ പ്രോഗ്രാമിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ടോ? ഗവർണറുടെ പരിപാടി അവസാന നിമിഷമാണ് അത് റദ്ദാക്കിയത്. കാരണം ഗവർണർക്ക് അടിയന്തരമായി തമിഴ്നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി ശിവഗിരിയിൽ റദ്ദാക്കിയിട്ടുണ്ട്. എക്സൈസ് മന്ത്രി എം ലിജു 11 മണിയോടുകൂടി ഇതിൻ്റെ ഭാഗമാകുന്നു. ആഘോഷ സമ്മേളനത്തിൽ, ജയന്തി സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9 മണിക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം, അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പതാക ഉയർത്തും. പതാക ഉയർത്തിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 10 മണിയോടുകൂടി തന്നെ വിപുലമായ ഘോഷയാത്രകൾ, ശാഖകളുടെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രകൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അത് സമാപിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരു ജയന്തി സമ്മേളനം നടക്കുന്നത്. വൈകിട്ട് ഗുരുകുലത്തിൽ ചെമ്പഴന്തിയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ്, സമാനമായ രീതിയിൽ തന്നെയാണ് അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷവും സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ വിപുലമായ പരിപാടിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ അല്പസമയത്തിനകം തന്നെ സ്വാമി സച്ചിദാനന്ദ സ്വാമി അല്പസമയത്തിനകം തന്നെ ഇവിടെ പതാക ഉയർത്തി ഔദ്യോഗികമായി ഇതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നതാണ്.